സ്നേഹ, ദിസ് ഇസ് ആരതി ഫ്രം ഇതാര വ്ളോഗ്സ്. ഇന്ന് ചെറുതായിട്ട് മഴയ്ക്കൊക്കെ ചെറിയൊരു ഇതുണ്ടല്ലേ, കുറവുണ്ടല്ലേ. ഇവിടെ ഇപ്പം മഴ പെയ്യുന്നത് ജസ്റ്റ് ഒന്ന് തൂളിപ്പോയി, അത്രേ ഉള്ളൂ. ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത അന്തരീക്ഷമായിട്ടിരിക്കുന്നു. ചെറുതായി സൂര്യൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇതായി, പിന്നെ മഴക്കാറ് വന്നു, ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങൾക്ക് മഴയൊക്കെ കുറഞ്ഞോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ, ഇന്ന് ഞാൻ കുറേയൊക്കെ കണ്ടന്റൊക്കെ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. എനിക്കൊന്നും കിട്ടിയില്ല ഗൈസ്, എന്തോ ഇതാ. അപ്പം ഞാൻ ആലോചിച്ചു, ഇന്ന് എൻ്റെ അച്ഛമ്മയ്ക്ക് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തിട്ട് അച്ഛമ്മ ഫോണിൽ യൂട്യൂബൊക്കെ കാണുന്ന അങ്ങനത്തെ ഒരു കണ്ടന്റ് ഇറക്കിയാലോ എപ്പിടി. അതായത് അച്ഛമ്മയുടെ യൂട്യൂബിനകത്ത്, അതായത് യൂട്യൂബ് ഷോർട്സിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നൊരു കാര്യമാണ് ഈ ജ്യോതിഷം. അതുപോലെ തന്നെ അതങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇത് കണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അച്ഛമ്മ കുറേയൊക്കെ ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കുറേയൊക്കെ ഈ അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ഇടയ്ക്ക് പോകും. അതുകൊണ്ട് ഇപ്പം എന്നാ, ഒരു 6 മണിക്ക് ശേഷം പച്ച വെള്ളം ഇവിടെ കുടിക്കാൻ പറ്റിയാൽ അമ്മാതിരി സാധനം. നേരത്തെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഞങ്ങൾ ഇച്ചിരി നോക്കിയാലും അച്ഛമ്മ നോക്കാതിരുന്ന ഒരു വ്യക്തി യൂട്യൂബെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി നമ്മൾ 6 മണിക്ക് ശേഷം ഒന്ന് വെളിക്കൂടെ നടക്കാൻ പോലും സമ്മതിക്കാൻ 6 മണിക്ക് മുമ്പ് വീട്ടിൽ കിടക്കണം എന്നുള്ള രീതിയിലൊക്കെ. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനത്തെ അച്ഛന്മാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വിഷയം മനസ്സിലായില്ലേ? യൂട്യൂബിനായിട്ട് തന്നെ ഇതാവുന്നു. യൂട്യൂബ്, അതായത് അച്ഛമ്മയാണ് കൂടുതൽ, ഇല്ലെങ്കിൽ ഇന്ന രോഗം നമ്മൾ ഇത് നോക്കുന്ന പ്രതിവിധി നോക്കുന്നു. പക്ഷെ അത് കഴിക്കരുത്, ഓക്കെ, ഇത് കഴിക്കരുത്, പിന്നെ അതിനെപ്പറ്റി അങ്ങ് ഇതാവും. ചില സമയത്ത് നമ്മളൊക്കെ കണ്ടിറങ്ങിയ സാധനം വീണ്ടും കണ്ടിട്ട് നമ്മളോട് അതിരുന്ന് അടിക്കും. പുള്ളിക്കാരി കോമഡി പറയുന്നുണ്ട്. പുള്ളിക്കാരിയുടെ വിജയം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി ആദ്യമേ ചിരിക്കും. അപ്പൊ ആ ചിരി കണ്ട് ഞങ്ങൾക്കും ചിരി വരും. അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ കോമഡി വർക്കൗട്ട് ആവുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ.